അദ്ദേഹം പറയും, എനിക്ക് ദൈവത്തിൻ്റെ നിഗൂഢതയെപ്പറ്റി അല്ല ആദി, മനുഷ്യൻ്റെ ദുരിതങ്ങളെ പറ്റിയാണ്. ഇതൊക്കെ ഒരു 2 ദിവസത്തെ ഒരു അത്ഭുതം, അതൊക്കെ 2 days വണ്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇപ്പം ഉദാഹരണം പറയാം, ഇപ്പം നബി കിടന്നിരുന്നത് ലേശം വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ്, നബി മൂത്രമൊഴിച്ചിരുന്നത് ലേശം ഇലത്തോട്ട് ചാഞ്ഞിട്ടാണ്. ഉദാഹരണം പറയാം. ഇങ്ങനെ 100 കാര്യങ്ങൾ, അത് ഇന്നതൊക്കെ ഫർളാണ്, ഇന്നതൊക്കെ സുന്നത്താണ്, ഇന്നതൊക്കെ കറാഹത്താണ്, ഇന്നതൊക്കെ ഹറാമാണ് എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയും, ഞാൻ കള്ളു കുടിക്കാറില്ല, ഞാൻ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമായിട്ടില്ല. പിന്നെ കള്ളു കുടിച്ചിട്ട് ലഹരിയായിട്ട് അവനവൻ്റെ ഉള്ള ബുദ്ധി തൻ്റെ ഇടം നശിപ്പിക്കുന്നത് വലിയ പാപാന്നാണ് എൻ്റെ വിശ്വാസം. അത് ദൈവം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് തെറ്റാന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ പൊതുവേ എന്നെ പരിചയമുള്ള പലരും വിചാരിച്ച് ഞാൻ കള്ളു കുടിക്കാറുണ്ട്. കാരണം ദൈവത്തെ പേടിക്കാത്തപ്പോൾ പിന്നെ കള്ളു കുടിക്കാൻ എന്താ കുഴപ്പമെന്നാണ്. ഈ കണക്കിന് ഞാൻ കക്കുന്നും കളവ് പറയുന്നും പറ്റിക്കുന്നു അഴിമതി കാണിക്കുന്നതും വിശ്വസിക്കാം. ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടല്ല ഞാൻ കക്കാത്തത്, എനിക്ക് കക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. മുഖത്ത് പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടല്ല ഞാൻ കക്കാത്തത്, മനസ്സിലായോ? അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനാണ് ഈ ഇതൊക്കെ. പിന്നെ എങ്ങനെ, എനിക്ക് വലിയ തമാശ, ഈ ഖബറിൽ നമ്മൾ മരിച്ച് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ജീവനിട്ട് മുങ്കർ നക്കീർ എന്നൊക്കെ പറഞ്ഞിട്ട് മലക്കുകൾ വന്നിട്ട് നമ്മൾ ചോദ്യം ചെയ്യുക, നിൻ്റെ ഇമാം ആരാണ്, നിൻ്റെ കിതാബ് ആരാണ്, മൻ റബ്ബുക്ക, നിൻ്റെ രക്ഷിതാവ് ആരാണ്, മൻ ഇമാമുക്ക, നിൻ്റെ ഇമാം ആരാണ്. എന്നിട്ട് അവിടുന്ന് ഖിയാമത്ത് വരെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേകനൂർ മൗലവി പറയും ലോക്കപ്പ് മർദ്ദനാണ് എന്ന് വെച്ചാൽ പരലോകത്ത് മഹ്ശറയിൽ ചോദ്യോത്തരം ഉണ്ടല്ലോ. അപ്പം എനിക്കതൊക്കെ കഥയായിട്ടും അലങ്കാരങ്ങളായിട്ട് പണ്ടേ തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഞാനൊരു ആധികാരിക ശബ്ദമോ അല്ലെ ഒരു അവസാന വാക്കോ ഒന്നുമല്ല. ഞാനെന്താണ്, ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ഇത്രയേ ഉള്ളൂ. എനിക്കതിൽ സത്യം പറയണ്ടേ, എനിക്കതിലൊന്നും വിശ്വാസമില്ല, എനിക്കൊരു ബേജാറുമില്ല. അപ്പോൾ അതിലൊക്കെ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരാൾ ബുദ്ധനാണ്. അദ്ദേഹം പറയും, എനിക്ക് ദൈവത്തിൻ്റെ നിഗൂഢതയെപ്പറ്റി അല്ല ആദി, മനുഷ്യൻ്റെ ദുരിതങ്ങളെ പറ്റിയാണ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, മിസ്റ്ററി ഓഫ് ഗോഡ്. ഐ എം നോട്ട് വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്, ഐ എം വറീഡ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് മാൻ എന്നാണ്. ഇവിടെ അത് തന്നെ ആലോചിക്കാൻ നേരില്ല. ഇവിടെ എന്തൊക്കെ അനീതി നടക്കുന്നു, എന്തൊക്കെ അക്രമം നടക്കുന്നു, ആര് ഭരിക്കുമ്പോഴും, BJP ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും CPM ഭരിക്കുമ്പോഴും ഒക്കെ പലതരത്തിലുള്ള അനീതികളും അന്യായങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. മതക്കാരുടെ വക വേറെ, ജാതിക്കാരുടെ വക വേറെ, സംഘടനക്കാരുടെ വക വേറെ. ഇപ്പോൾ ഒരു ബസ്സിൽ, ഒരു ട്രെയിനിൽ, നമ്മൾ ആശുപത്രിയിൽ നമ്മൾ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദരിദ്രന്മാരോട്, പാവപ്പെട്ട ആളുകളോട്, അഹങ്കാരികൾ, പിന്നെ പണത്തെ പൂജിക്കുന്നവർ, പിന്നെ രാഷ്ട്രീയമായ അധികാരം. ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ CPMകാരുടെ ഒരാൾ പെരുമാറും പറയാം CPMകാരനാണോ അല്ലേ, കാരണം അയാളെ നേതാവാണ് മുഖ്യമന്ത്രി. അപ്പോൾ അയാളുടെ മുഖഭാവത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും, ഞാൻ ഉദാഹരണം പറയാം, കോൺഗ്രസ്സുകാരും ഇങ്ങനെയൊക്കെ തന്നെ ഖദറൊക്കെ ഇട്ട് അങ്ങനെ അല്ലേ. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ തമാശ ഒന്നും, കാരണം ഇതൊക്കെ എത്ര ദിവസത്തെ കാണുന്നേ, ഇതൊക്കെ ഒരു 2 ദിവസത്തെ ഒരു അത്ഭുതം, അതൊക്കെ 2 days വണ്ടർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അത്രയേ ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെ പറ്റിയൊന്നും തീരെ വറീഡല്ല, എനിക്കൊരു ബേജാറുമില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടി പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗമാണത്. അതായത് അതിന് നിസ്കാരം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ പേരുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, എനിക്കിതൊന്നുമില്ല, ഇപ്പം തീരെയില്ല. പണ്ടിപ്പോൾ ഞാൻ പെരുന്നാളിന് പള്ളിയിൽ പോയിരുന്നു വെച്ചാൽ എല്ലാ കുടുംബക്കാരെ കൂടിയിട്ട് ഉമ്മയുടെ ബാപ്പയുടെ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഖബറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതും പോകാറില്ല, മനസ്സിലായോ? അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാത്ത ഒരാളും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളും ഏത് മതത്തെപ്പറ്റിയും എന്നെ കൊണ്ടാകും പോലെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളും എന്നാണ് ഞാൻ എന്നെപ്പറ്റി പറയുക. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കൊരു പ്രസംഗത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു ചെറിയ ആശയമാണ് ഇതിനകത്ത്. വിശ്വാസവും ആചാരവും അതേപോലെ തന്നെ യുക്തിയും വിവേകവും, അത് തമ്മിലുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ് മാഷിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഒന്നാമത് ഈ യുക്തിയും ഭക്തിയും ഒന്നിച്ചു പോവില്ല. യുക്തി ആയിട്ടാണ് നിങ്ങളൊരു കാര്യത്തിൽ സമീപിക്കുന്നതിന് ഭക്തി നടക്കില്ല. അപ്പോൾ ദൈവമൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഗാന്ധി ഭക്തി ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഗാന്ധിയെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഗാന്ധി നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ്. തെറ്റുപറ്റും, അബദ്ധം വരും, ആലോചനക്കുറവ് വരും. പിന്നെ അദ്ദേഹം ചെയ്ത ഒരു ശരി 50 കൊല്ലോ 100 കൊല്ലോ കഴിയുമ്പോൾ തെറ്റായിട്ട് മാറും, അല്ലെങ്കിൽ മാറ്റും. അല്ല, കാലം അങ്ങനെ മാറും, കാലം കൊണ്ട് മാറും. അപ്പോൾ കാലം കൊണ്ട് അയ്യോ മാർസിന് തെറ്റുപറ്റില്ല, ഗാന്ധിക്ക് തെറ്റുപറ്റില്ല,
ഇതുപോലെ മുഹമ്മദ് നബിക്ക് തെറ്റുപറ്റില്ല, രാമന് തെറ്റുപറ്റില്ല, കൃഷ്ണന് തെറ്റുപറ്റില്ല, ഇങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന ആളിലൊക്കെ മനുഷ്യന്മാരാണെങ്കിൽ തെറ്റുപറ്റും. അല്ല, അവരുടെ പണികളിലൊക്കെ പല തരത്തിലുള്ള പരിമിതികളുണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഇപ്പം ഒരു കൊലക്കേസ് പ്രതിയെ വിട്ടയക്കാൻ ഇന്ത്യയിൽ ദയാഹർജി കണ്ട ആർക്കാ? പ്രസിഡന്റാണ്, ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അദ്ദേഹമാണ് ദയാഹർജി പാസ്സാക്കിയിട്ട് ഇയാൾ വെറുതെ വിടും. ഇസ്ലാമിക ശരീഅത്തിൽ ഇത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് നല്ല നിയമമല്ലേ? നല്ല നിയമമാണ് അല്ലേ? വളരെ നല്ലതല്ലേ? ഇനി ഞാൻ വേറെ ചോദിക്കാം. ഇപ്പോൾ ഒരാൾ അയാളുടെ ബാപ്പയെ കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു. അത് കോടതി തെളിഞ്ഞു, ഈ ഗുണ്ടയാണ് കൊന്നത്. ആ മകനെ വിട്ടേക്കാൻ ഈ മകന് അധികാരമുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും അധികാരമുണ്ട് ഇല്ലേ? ഉണ്ട്. പക്ഷേ ഈ നിയമം ഉണ്ടാകുന്ന കാലത്ത് ഇങ്ങനൊരു സംഗതി ആരും ആലോചിക്കില്ല. ഇന്നിപ്പോൾ മകനെ കൊല്ലാൻ ബാപ്പയോ ബാപ്പയെ കൊല്ലാൻ മകനോ കൊട്ടേഷൻ കൊടുക്കുന്ന കാലം വന്നു. അതെ. അപ്പോൾ എൻ്റെ മകനെ കൊന്ന ആളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ബാപ്പ പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. പക്ഷേ ചിലപ്പോൾ ഈ ഗുണ്ടയെ ഏർപ്പാടാക്കിയ ബാപ്പയായിരിക്കും. അത് ബാപ്പയെ കൊല കണ്ടോ, കാലം കൊണ്ട് വരുന്ന മാറ്റം കണ്ടു. ഇങ്ങനെ എല്ലാ നിയമങ്ങളും ഇങ്ങനെയാണ്, എല്ലാ നിയമങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശരീഅത്തിലെ ഈ ഒരു നിയമം വലിയ ഒരു നേട്ടമാണെന്ന് ഇവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആലോചിക്കുന്നില്ല. അപ്പോൾ അറേബ്യയിൽ ഇപ്പോഴും ഇങ്ങനെ ഇല്ല എന്ന് എനിക്ക് വിചാരിക്കില്ല. ഏത് നാട്ടിലുണ്ടാവാം, അന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ പണം ഒരു വലിയ സംഗതിയായിട്ട് മാറി. നമ്മൾ ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നമാണ് ഈ പണം എന്ന് പറഞ്ഞത്, അല്ലാതെ പ്രകൃതിയിലുള്ളതല്ല. കാക്കയ്ക്കിപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ലെ പൂച്ചയ്ക്ക്, അല്ലെ പന്നിക്ക്, നമുക്കല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. ഈ പണം ഉണ്ടാക്കിയപ്പോൾ ആ പണത്തിന് എത്രയും മൂല്യമുള്ളൂ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. നമ്മളെക്കാൾ മൂല്യം വന്നു. നമ്മൾ ഉൽപ്പാദിപ്പിച്ച പണത്തിന് നമ്മളെക്കാൾ മൂല്യം വന്നു. അതിനുവേണ്ടി ആളുകൾ മരിക്കും, അതിനുവേണ്ടി ആളുകൾ കൊല്ലും. ഉണ്ടോ? അപ്പോൾ മതത്തിൻ്റെ എല്ലാ മതത്തിൻ്റെയും നിയമങ്ങളിൽ ഇങ്ങനെയുണ്ട്. അത് ഇസ്ലാം മതത്തിൻ്റെയിലുണ്ട്. അപ്പോൾ ചിലർ പറയും ഇസ്ലാം മതം അത് യുക്തിയുടെ മതമാണ്. അങ്ങനെ ഒരു മതമല്ല, ഭക്തിയുടെ മതമേ ഉള്ളൂ. അങ്ങനെ ഒരു പുസ്തകം കണ്ടിട്ടുണ്ട്, ഇസ്ലാം യുക്തിയുടെ മതം എന്ന് പറഞ്ഞിട്ട്. മാഷി ശരിക്കും അതിൻ്റെ അകത്ത് അപ്പോൾ യുക്തിപരമായിട്ട് നമ്മൾ ഈ പറയുന്ന മതഗ്രന്ഥങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് അല്ല യുക്തിപരമായിട്ട് അതിനെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ഖുർആനെ പറ്റി പറയാണ് ലാ റൈബ ഫീഹി, അതിൽ അതൊരു സംശയമില്ല. സംശയം ഉന്നയിക്കാൻ പാടില്ല നീ പറഞ്ഞത്. അത് ഗീതയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട്, സംശയാത്മാവ് നശിക്കുന്നു, സംശയാത്മാ വിനശ്യതി. സംശയിക്കരുതെന്ന, ചോദ്യം ചെയ്യരുന്ന. ചോദ്യം ചെയ്താൽ പിന്നെ മതം ഉണ്ടാവുമോ? ഉണ്ടാവില്ല, ഒരു മതം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ഇസ്ലാം മതത്തിൻ്റെ മാത്രം കുറ്റമല്ലത്. ഇപ്പോൾ ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെ രാമായണത്തിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ നീളം, കുറേ കാലം അതൊക്കെ പോവും. അതൊക്കെ നല്ല കാര്യങ്ങളായിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താവും, അത് തലതിരിഞ്ഞ് വരും. ഈ നിയമം തലതിരിഞ്ഞ് വന്ന മാതിരി. അതിപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൽ ഈ മകനാണ് ബാപ്പയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് തെളിഞ്ഞാലും ആക്കി അധികാരം ഉണ്ടാവും. അത് പരിഷ്കരിക്കണ്ടേ? അത് കാലം കൊണ്ടും ദേശം കൊണ്ടും പരിഷ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യുക? മുഹമ്മദ് നബി അങ്ങനെ പറയില്ല. മുഹമ്മദ് നബി പറഞ്ഞത് പണ്ഡിതന്മാർ പ്രവാചകത്വത്തിൻ്റെ അനന്തരാവകാശികളാണെന്നാ. അവർ പറയില്ല. അവർ പറയും അതിന് ഇജ്തിഹാദ് എന്ന് പറയും, ഗവേഷണം. അതിൻ്റെ വാതിൽ അടഞ്ഞു പോയി എന്നാണ് ഇവരൊക്കെ പറഞ്ഞത്, പ്രത്യേകിച്ച് സുന്നികൾ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മിക്കവാറും ഡെഡാണ്, മരിച്ച. അതൊക്കെ അവിടെ ഉറച്ചു പോയി, കാലത്തിൻ്റെ കൂടെ പോകുന്നില്ല, ദേശത്തിൻ്റെ കൂടെ പോകുന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ പോകുന്നില്ല. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സുപ്രീം കോടതി ഇവിടുത്തെ 377 വകുപ്പ് റദ്ദാക്കി. അതെന്താണ്? സ്വർഗരതി ക്രിമിനൽ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുന്ന വകുപ്പാണ് റദ്ദാക്കിയത്. സ്വർഗരതി ഇനിമേൽ ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമല്ല. ഇപ്പോൾ ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കാമെന്നുണ്ട്. അങ്ങനെ വന്നല്ലോ. ഇപ്പോൾ
ഇങ്ങനെ ഈ കല്യാണം എങ്ങനെ നടത്തുകയെന്ന് ക്രിസ്ത്യാനിക്ക് അറിയോ? ഇല്ല. ഹിന്ദുക്കൾക്ക് അറിയോ? ഇല്ല. മുസ്ലിംക്കൊക്കെ അറിയോ? ഉണ്ടോ? ആണിന് എങ്ങനെ നിക്കാഹ് കഴിച്ചു കൊടുക്കുക? പള്ളിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ക്രിസ്ത്യൻ പള്ളിക്ക് പറ്റുമോ? പറ്റില്ല. ചർച്ച് പറ്റുമോ? മുസ്ലിം പള്ളിക്ക് പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം അവർക്ക് അറിയില്ലത്. കാരണം ഈ സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമോ ക്രിമിനൽ കുറ്റമോ അല്ല, അത് ചില ആളുടെ പ്രകൃതിയാണ് എന്ന് ശാസ്ത്രം ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യണമെന്നല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ ഹോർമോൺസിൻ്റെ പ്രത്യേകത കൊണ്ടൊക്കെ അവരങ്ങനെയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ.